ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. എല്ലാവരും നിരന്ന് നിന്നിരുന്നതായിരുന്നു. അപ്പോൾ സാബുമാൻ അനീഷിൻ്റെ ബ്ലോക്ക് എടുത്ത് കൊണ്ടുവന്ന് ഡസ്റ്റ്ബിന്നിലിടുകയാണ് ചെയ്തത്. ഭയങ്കര വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഓരോരുത്തരും അവരെ ഔട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ അനീഷിൻ്റെ കയ്യിൽ അനിമോളുടെ ബ്ലോക്കായിരുന്നു. അനിമോളുടെ ബ്ലോക്ക് എടുത്ത് പിടിച്ചു വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ അനീഷ് അത് കഴിഞ്ഞിട്ടെടുത്ത് താത്തു വെച്ച് അങ്ങനെ ഒരാളുടെ അടുത്ത് പിടിക്കാൻ പാടില്ലെന്നും പറഞ്ഞിട്ടാണ് അവർ സംസാരിച്ചത്. പിന്നെ ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു. ഈ ടാസ്കിലെ ആദ്യ റൗണ്ടിൽ അനീഷിൻ്റെ ബ്ലോക്ക് എടുത്ത് ഡസ്റ്റ്ബിന്നിൽ ഇട്ടതിനാൽ 50,000 രൂപ നഷ്ടപ്പെട്ട് അനീഷ് ഈ മത്സരത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്ന് ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും പിരിഞ്ഞു പോകാം, നിങ്ങളുടെ ജോലികൾ തുടരാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അടുത്ത റൗണ്ട് ബസർ മുഴങ്ങുമ്പോൾ മാത്രമാണ് സ്റ്റാർട്ടാവുന്നതെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ്. ഈ സാബുമാന് ഭയങ്കര വിരോധമാണ് അനീഷിൻ്റെ അടുത്തും അനിമോളുടെ അടുത്തും. അതുകൊണ്ട് ആ ബ്ലോക്ക് ഫസ്റ്റിലെ അനീഷിൻ്റെ അടുത്തിട്ട് ഔട്ടാക്കിയേക്കുന്നത് സാബുമാനാണ്. ഇത് ടാസ്ക്കാണ്, ആരെങ്കിലും ഒരാൾ ഔട്ടാവും, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ ഒരാൾ ബ്ലോക്ക് എടുത്തതിൻ്റെ ആ ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് അനിമോളുടെ ബ്ലോക്ക് എടുക്കുമെന്ന് അനീഷിന് അറിയാവുന്നതുകൊണ്ട് അനീഷ് നേരത്തെ തന്നെ അതെടുത്ത് കയ്യിൽ പിടിച്ചിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞ് അങ്ങനെ കയ്യിലെടുത്ത് പിടിക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ബിഗ് ബോസ് അതിനെപ്പറ്റി ഒരു റിപ്ലൈ ഒന്നും കൊടുത്തതൊന്നുമില്ല. എല്ലാവരും സെക്കൻഡ് റൗണ്ടിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ജോലികൾ തുടരാമെന്ന് പറഞ്ഞിട്ട് ആരുടെയും ജോലികൾക്കൊന്നും പോകുന്നില്ല. പെഡസ്റ്റലിൻ്റെ മുമ്പിലും ബാക്കിലും ഒക്കെ ആയിട്ട് ഇവർ തന്നെ അവിടെ തന്നെ തമ്പടിച്ച് നിൽക്കുകയാണ്. എപ്പോഴാണ് ബസർ അടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല.